അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹ്യൂജ് മീഷോ ഡ്രസ് ഹോളോ ആയിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഒരു 460 ആ ഒരു റേഞ്ചിന് ബിലോ ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഡ്രസ്സ് ഭയങ്കരമായിട്ട് പ്രൈസ് ബോത്ത് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കോളേജ് ആൻഡ് ഓഫീസ് ഗോയിങ് സ്റ്റുഡൻസിനും വിമൻസിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അതേപോലെ തന്നെ ഫസ്റ്റായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകും. സോ നമ്മുടെ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുർത്ത വിത്ത് പാൻറ് സെറ്റാണ്. ഒനിയൻ പിങ്ക് കളർ ഷെയ്ഡിലാണ് ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത്. ഇതിൻ്റെ കുറേ കളർ വേരിയൻസ് ഉണ്ട്. കൂടാതെ തന്നെ ഈ ഒരു കുർത്ത മാത്രമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. പാൻസ് ഇല്ലാത്തതായിട്ടുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന ഈ ഒരു കുർത്ത വിത്ത് പാൻറ് സെറ്റാണ്. കുർത്ത വന്നിട്ട് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മജന്ത കളർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വേരിയൻസ് വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ കളറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു കളർ ചോയ്സ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കുർത്ത വന്നിട്ട് അടിപൊളിയാണ്. കുറച്ച് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കുർത്തയാണ്. പാൻസ് വന്നിട്ട് റയോൺ മെറ്റീരിയലിലാണ്, ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് വന്നിട്ടുള്ളത്. പാൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എലാസ്റ്റിക് ആണ് വേസ്റ്റ് വന്നിട്ട്. അപ്പം ഈ ഒരു പാൻറ്റ് വന്നിട്ട് അങ്ങനെയാണ്, നമ്മളൊരു നോർമൽ സ്ട്രെയിറ്റ് ഫിറ്റിലാണ് പാൻറ്റ്സ് വന്നേക്കുന്നത്. കുർത്തിയാണ് എനിക്കിതിൽ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാണ് കുർത്തയുടെ ഒരു പാറ്റേൺ വന്നിട്ട്. സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ്സിൽ ത്രെഡ് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഉണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. നെക്ക് വന്നിട്ട് വീനക്കാണ്, ത്രെഡ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇവിടെ കുറച്ച് പ്ലീറ്റ്സ് വരുന്നുണ്ട്. പ്ലീറ്റ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ്. എൻ്റെ നോർമൽ സൈസ് ലാർജ് ആണ് ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത് മിക്കപ്പോഴും. സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ എക്സലേക്ക് എടുക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ലാർജ് എടുത്തിട്ടും എനിക്ക് ഭയങ്കര വലുതായിരുന്നു. ചെറുതായിട്ട് സൈഡിലൊന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. വേറെ ഓൾട്ടറേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ലാർജ് സൈസിലും ഇത് കുറച്ചുകൂടി വലുതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ സൈസ് തന്നെ പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ ഇത് കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സൈഡിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം. അടിപൊളിയായിട്ട് നമുക്കൊരു റിച്ച് ലുക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസി ലുക്ക് തരുന്നൊരു അടിപൊളി കുർത്തയാണ് കേട്ടോ. ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുർത്ത വരുന്നതിന് മുൻപ് ഓർഡർ ചെയ്തപ്പം. പക്ഷേ അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 461 രൂപയാണ്. ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് ആ ഒരു റേറ്റിന് ഇങ്ങനെ ഒരു കുർത്ത വിത്ത് പാൻറ് സെറ്റൊക്കെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ്. എനിക്ക് ഈ ഒരു കളർ എനിക്ക് ചേരുമോ എന്നുള്ള ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെയർ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങൾക്ക് ഞാൻ മസ്റ്റായിട്ട് ഒരു 461 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസി ലുക്കുള്ള കുർത്ത നിങ്ങൾ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തോളൂ. സോ നമ്മുടെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഇത് കുർത്തയല്ല, നമുക്ക് ഡ്രസ്സായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. വീനക്ക് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് അല്ല, കുറച്ചുകൂടി ഷോർട്ടാണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു എലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സീ ത്രൂ ആണോ എന്ന് എനിക്ക് വന്നപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ലെങ്ത്ത് വന്നിട്ട് എനിക്ക് കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലായിരുന്നു. ഇത് ഞാൻ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ലാർജ് സൈസ് തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ചൊന്ന് സൈഡ് ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈസും സൈസ് ചാർട്ടൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള സൈസ് ചൂസ് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ഡൗട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ലെങ്ത്ത് കുറച്ച് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്, മീൻസ് ലെങ്ത്ത് മടക്കി അടിച്ചിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ അല്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ടൈ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. അഡ്ജസ്റ്റബിൾ അല്ല കേട്ടോ. ഞാനിത് അഡ്ജസ്റ്റബിൾ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ വന്നിട്ട് ഇത് അടിപൊളിയാണ്. മെറ്റീരിയൽ വന്നിട്ട് റയോൺ അല്ല, കോട്ടൺ ആണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലും റയോൺ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കുർത്ത ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. റേറ്റാണ് വന്നിട്ട് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റാണ്.
353 രൂപയ്ക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് മീഷോ എന്നല്ലാതെ മറ്റെവിടെയൊന്നും ഇങ്ങനെ ഒരു ഡ്രസ്സ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കോട്ടനാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്രൗൺ കളറിൽ, മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ലീവ്ലെസ് കൈൻഡിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ്. ഇത്രയും ഡ്രസ്സുകൾ വന്നതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഡ്രസ്സ് ഇതാണ് കേട്ടോ. കാരണം ഇത് ഞാൻ വെയർ ചെയ്ത സമയത്തും എനിക്കിങ്ങനെ ഷോർട്സിൽ ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന ഡ്രസ്സാണ് ഇത്. ഞാൻ ഇട്ടിട്ട് പുറത്ത് പോയപ്പോഴും എനിക്ക് ഒരുപാട് നല്ല എന്താ പറയുക അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഡ്രസ്സിൽ ഞാൻ മെയിനായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിന് മെറ്റീരിയൽ ക്വാളിറ്റി വന്നിട്ടാണ്. റയോൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ മെറ്റീരിയൽ വന്നിട്ട് നല്ല തിക്കാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റിഫായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ഒന്നല്ല, റയോണിലാണ്. പക്ഷേ മെറ്റീരിയൽ വന്നിട്ട് നല്ല തിക്കാണ്, നല്ല ഫ്ലെയേർഡാണ്. വേറൊരു കാര്യം വന്നിട്ട് ഇത് നല്ല ഫ്ലെയേർഡാണ്. ഫ്ലയേഴ്സ്, ഇത്രയും ഫ്ലയേഴ്സ് ഒന്നും ഞാനിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിലാണ്. സെയിം പാറ്റേൺ നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് എനിക്ക് ഭയങ്കര അഫോർഡബിളായിട്ടും പ്രൈസ് വർത്തായിട്ടും തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 406 രൂപയാണ്. 400 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു റേറ്റിന് ഭയങ്കര വേർത്തായിട്ട്, ആ ഒരു റേറ്റിൻ്റെ ക്വാളിറ്റി ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പ്രിൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ്ലെസ് കൈൻഡ് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തോളൂ. എനിക്കിത് വന്നിട്ട് ലാർജ് സൈസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ്. പക്ഷേ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. ബാക്കിയൊക്കെ ഞാൻ ലാർജ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയൊരു ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ലാർജ് സൈസിൽ വന്നിട്ട് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഈ ഒരു ഡ്രസ്സ് മാറി. യാതൊരുവിധ ഓൾട്രേഷനും ഞാനിതിൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര വേർത്തായിട്ട്, ഭയങ്കര എനിക്ക് എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. സോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. സോ നമ്മുടെ ഫോർത്ത് വൺ വന്നിട്ട് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സാണ്. ഇത് നമുക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്കൊരു ടൂറോ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഇത് അടിപൊളിയായിട്ട് വെയർ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സ്ലീവ്ലെസ്സിലാണ് വന്നിരിക്കുന്നത്, റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. ഫ്ലയേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. പക്ഷേ നമ്മൾ തൊട്ട് മുൻപ് കാണിച്ച ഡ്രസ്സിൻ്റെ അത്രയും ഫ്ലയേർഡ് അല്ല, പക്ഷേ ഇതൊരു ഫ്ലയേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാനിത് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു പാറ്റേണൊക്കെ പിടികിട്ടും. ഈ ഒരു പാറ്റേണിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ 322-ന് ഇത് ഭയങ്കര അഫോർഡബിളായിട്ടും വേർത്തായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഭയങ്കര പ്രൈസ് വർത്ത് ആയിട്ടുള്ള ഐറ്റമാണ്. കാരണം ഇത്രയും ഒരു എന്താ പറയുക സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് തരുന്ന ഡ്രസ്സ് ഈ ഒരു 322-നൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ മീൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വെയർ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം വന്നിട്ട് ഈ ഒരു കോട്ടണിൽ വന്നിട്ടുള്ള സ്ലീവ്ലെസ് ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് എനിക്ക് മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് രണ്ട് ഇങ്ങനത്തെ പോക്കറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേണും വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ കുറച്ച് പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടതൊക്കെ നോർമൽ ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നില്ലേ, അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൽ കുറച്ച് പുതുമ തോന്നി. സോ അതാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്ലെസ്സിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. റേറ്റ് വന്നിട്ട് 366 ആണ്. ഇത് വന്നിട്ട് എനിക്കൊരു ചെറിയ ഫോൾട്ട് പറ്റി. എക്സൽ സൈസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോട്ടൺ ആയതുകൊണ്ട് ഞാൻ എക്സൽ ചൂസ് ചെയ്തു. കാരണം എങ്ങാൻ ഇത് വാഷ് ചെയ്തിട്ട് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാം. വേറെ എന്താ പറയുക ഓപ്ഷൻസ് ഉണ്ടല്ലോ, വലുതായിട്ടുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യാമല്ലോ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇത് ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളതിലാണ് ഞാൻ എക്സൽ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വലിയൊരു തെറ്റായിപ്പോയി. കാരണം എക്സൽ വന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വലുതാണിത്. നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യുമ്പോഴുള്ള ഫോട്ടോ കണ്ടാലറിയാം കുറച്ച് ലൂസായിട്ട് കിടക്കുന്നുണ്ട്. കാര്യമല്ല, നമ്മൾ ഒരു സൈസ് അപ്പ് ചെയ്തെടുത്തപ്പം ഈ ഒരു
ഈ ഒരു പോർഷൻ വന്നിട്ട് കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ അതും എനിക്കിതിലൊരു ചെറിയൊരു ഡിമെറിറ്റായിട്ട് തോന്നി. പക്ഷേ ഡ്രസ്സ് വന്നിട്ട് അടിപൊളി ക്വാളിറ്റിയുടെ അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പക്ഷേ സൈഡൊന്ന് ഓൾട്ടർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ഒരു പോക്കറ്റ്സാണ് എൻ്റെ ഇതിലെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് കുറച്ച് രണ്ട് സൈഡിലും പോക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കോട്ടൺ ആണ്, സീത്രൂ അല്ല, കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ എന്താ പറയുക, പോകുന്ന കൈൻഡ് ഓഫ് പ്രിൻ്റ് അല്ല കേട്ടോ. സോ ഈ ഒരു ഡ്രസ്സും ഭയങ്കരമായിട്ട് എനിക്ക് സ്റ്റൈൽ ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളതാണ്. കറക്റ്റ് സൈസ് ചൂസ് ചെയ്യുക, അതാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന ഒരു കാര്യം. എനിക്ക് പറ്റിയിട്ടുള്ള ഫോൾട്ട് പറ്റരുത്, കറക്റ്റ് സൈസ് മാത്രം ചൂസ് ചെയ്യുക. ഡ്രസ്സ് വന്നിട്ട് അടിപൊളിയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. എല്ലാ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. സോ ഇത്രയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു മീഷോ ഹോൾ വീഡിയോ. ഇതേപോലുള്ള ഹോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. നമുക്ക് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എല്ലാ ഡ്രസ്സും വന്നിട്ട് ഭയങ്കര പ്രൈസ് വർത്ത് ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സസ് മാത്രമേ ഞാൻ ഈ ഒരു ഹോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്തവരേക്കും ബൈ.